Hello friends, Bits and Bytes മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെബ് ടെക്നോളജിയുടെ ക്ലാസ് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന CSSനെ പറ്റിയിട്ടായിരുന്നു. ആ ലിങ്കിലൊക്കെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ പോയിട്ട് കാണുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, HTML is most widely used language to write web pages. Web pages ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. HTMLയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എവറി വെബ് പേജ് ഈസ് ആക്ച്വലി ആൻ HTML ഫയൽ. അതായത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് HTML യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെബ് പേജസിനെ നമുക്ക് HTML ഫയൽ എന്നും പറയാവുന്നതാണ്. ഒരു HTML ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻ്റ് ഇസ് ഈക്വൽ ടു ടാഗ്സ് പ്ലസ് ആട്രിബ്യൂട്ട്. അതായത് അതിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ടാഗുകളും അതുപോലെ ആട്രിബ്യൂട്ട്സും ആണ്. ടാഗുകളും ആട്രിബ്യൂട്ട്സും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. HTML ഡോക്യുമെൻ്റ് ഒരു ബേസിക് സ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. HTML പേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗ് വെച്ചും അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നത് /HTML ടാഗ് വെച്ചിട്ടുമാണ്. ഓക്കെ, ഇതിന് മെയിനായിട്ടും 2 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഹെഡ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷനിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യണത്, അതായത് ആ വെബ് പേജിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. ഒരു ഹെഡിങ് ആണ് മെയിനായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ടൈറ്റിൽ ടാഗ്. ഓക്കെ, ഈ ടൈറ്റിൽ ടാഗിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യണത് അതായത് ആ പേജിൻ്റെ ടൈറ്റിലാണ്. ഓക്കെ, ദെൻ അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിലായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി ടാഗ് ആണ്. ഇത് മെയിനായിട്ടും ഡിഫൈൻ ചെയ്യുന്നത് ബോഡി സെക്ഷനാണ്. അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെബ് പേജിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബോഡി സെക്ഷൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇതാണ് ഒരു HTML ഡോക്യുമെൻ്റ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് നോട്ട് പാഡിൽ ഞാൻ HTMLൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തേക്കുവാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് HTML ഓപ്പൺ ടാഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെഡ് ടാഗ്, ടൈറ്റിലിൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. ദെൻ ബോഡി സെക്ഷനിൽ ജസ്റ്റ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, ദെൻ HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തേക്കണ കോഡ് എന്ന് പറയുന്നത്. ദെൻ ഞാൻ സേവ് ചെയ്യണം. നമ്മൾ സേവ് ചെയ്യുമ്പോൾ .html വെച്ചിട്ട് സേവ് ചെയ്യുക, അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് സേവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെയിമിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനത് റൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തേക്കണ എവിടെയാണോ ജസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് ഇതാണ് സേവ് ചെയ്തേക്കണ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പേജ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. അതായത് ഇതിൻ്റെ ടൈറ്റിൽ സെക്ഷനിൽ എന്ത് വന്നേക്കണോ, നമ്മൾ ടൈറ്റിലായിട്ട് കൊടുത്തേക്കണ സംഭവം വന്നേക്കണം. അതുപോലെ തന്നെ കണ്ടൻറ്റ്, അതായത് ബോഡി പാർട്ട് കൊടുത്തേക്കണത് ഇതുപോലെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ബേസിക് ആയിട്ടുള്ള ഒരു കോഡിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വരുന്ന സെക്ഷനിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ടാഗ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്സ് ആണ് ടാഗും അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാഗ് എന്താണെന്ന് നോക്കാം. Tags are the commands used in the HTML document that tell web browsers how to format and organize our web pages to show the content. അതായത് ഒരു വെബ് പേജിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, ഒത്തിരി കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒരു വെബ് പേജിൽ ഉണ്ടാകുമല്ലോ, അതൊക്കെ ഏത് രീതിയിലൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്, എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബ് ബ്രൗസേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ടാഗ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ ടാഗ്സ് എന്ന് പറയുന്നത് കുറച്ച് കമാൻഡ്സ് ആണ്. ഈ കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ് ബ്രൗസേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നത് ഏത് രീതിയിലാണ് ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ. എവറി ടാഗ് കൺസിസ്റ്റ് ഓഫ് എ ടാഗ് നെയിം എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ആംഗിൾ ബ്രാക്കറ്റ്. എല്ലാ ടാഗുകളും എഴുതുന്നത് ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ദെൻ 2 രീതിയിൽ നമുക്ക് ടാഗുകളെ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് ദ കണ്ടെയ്നർ ടാഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എംപ്റ്റി ടാഗ്. ടാഗ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ് ആർ നോൺ ആസ്
കണ്ടെയ്നർ ടാഗ്. അതായത് ഓപ്പൺ ടാഗും ക്ലോസ്ഡ് ടാഗും ഉള്ള ടാഗുകളെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ HTML ഓപ്പൺ ടാഗും ഉണ്ട്, ദെൻ ക്ലോസ്ഡ് ടാഗ്. ക്ലോസ്ഡ് ടാഗ് എന്ന് വെച്ചാൽ സ്ലാഷ് ഇട്ടിട്ടുള്ള ടാഗ് ഉണ്ട്, ഇതാണ് ക്ലോസ് ടാഗ് എന്ന് പറയുന്നത്. ഒരു ക്ലോസ് ടാഗും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. The tag which requires only opening not closing in an HTML document is basically termed as empty tag. അതായത് ഓപ്പൺ ടാഗ് മാത്രമുള്ള ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് empty tag എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ BR ടാഗ്, ദെൻ HR, IMG ഇതൊക്കെ എന്ന് പറയുന്നത് ഓപ്പൺ ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇവിടെ ഇല്ല. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് empty tag എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്സ്. Certain parameters are frequently included within the opening tag to provide additional information such as color, measurement, location, alignment or other appearances to the web browser. These parameters are called attributes. അതായത് നമ്മുടെ വെബ് പേജസിന് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന് വേറെ കളർ കൊടുക്കണം, അതിൻ്റെ സൈസ് കൂട്ടണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓരോ ആട്രിബ്യൂട്ട്സിനും ഓരോ വാല്യൂസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, ഒരു വെബ് പേജിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ബോഡി, BG, കളർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമുക്കതൊരു കളറും കൂടി നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമാണ് അതിന് മനസ്സിലാവുള്ളൂ ഏത് കളറാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു കളർ കൊടുക്കുന്നില്ലേ, ആ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ബോഡി, BG, കളർ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സും, അതുപോലെ തന്നെ യെല്ലോ എന്ന് പറയുന്നത് ആ വാല്യൂ ആണ്, അതായത് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, നമുക്കിവിടെ യെല്ലോയ്ക്ക് പകരം വേറെ കളേഴ്സും കൊടുക്കാവുന്നതാണ്. നമുക്ക് രണ്ട് രീതിയിൽ വാല്യൂസ് കൊടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിൻ്റെ വെബ് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്താണ്, നേരത്തെ ഓൾറെഡി നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഓക്കെ, എനിക്ക് യെല്ലോ കളർ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെൻ്റെ നോട്ട് പാഡാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു ഓപ്പൺ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോഡി, BG, കളർ ഈക്വൽ ടു യെല്ലോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സേവ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യുവാണ് ബ്രൗസറിൽ. ഓക്കെ, റിഫ്രഷ് ചെയ്യാൻ പോവാണ് നമുക്ക്. ഓക്കെ, സോ ആട്രിബ്യൂട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യണത്, അതായത് നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ആട്രിബ്യൂട്ട്സ് ചെയ്യണത്. ദെൻ നമ്മളിവിടെ വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ട് ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ റെഡ് കൊടുക്കുമ്പോഴത്തേക്കും സേവ് ചെയ്യുക, എഗെയിൻ റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദിസ് വൺ ഈസ് ദ വാല്യൂ. ഇതെന്ന് പറയുന്നത് വാല്യൂ ആണ്, നമുക്ക് സിംഗിൾ കോട്ട്സിലും അതുപോലെ തന്നെ ഡബിൾ കോട്ട്സിലും ഏതിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ HTML elements. എ പെയർ ഓഫ് ടാഗ്സ് ആൻഡ് ദ കണ്ടന്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് ആർ നോൺ ആസ് ആൻ എലമെൻറ്റ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരു ഓപ്പൺ ടാഗിൻ്റെയും ക്ലോസ്ഡ് ടാഗിൻ്റെയും ഇടയിലുള്ള കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് HTML elements എന്ന് പറയുന്നത്. ഇവിടെ ബോഡി, ഓപ്പൺ ടാഗിൻ്റെയും അതുപോലെ ക്ലോസ് ടാഗിൻ്റെയും ഇടയിലുള്ള കണ്ടന്റാണ് വെൽക്കം ടു HTML എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, The basic structure of an HTML document contains 4 sets of HTML tag. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു HTML ഡോക്യുമെൻറ്റിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്തതിനെ കുറിച്ച് HTML ടാഗ് ആണ്. HTML, then /HTML, then head tag, then title tag, then body tag. ഓക്കെ, ഇത്രയും ആണ് മെയിനായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള HTML ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ആയേക്കണ HTML ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ